ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മളെ എല്ലാവരും നിങ്ങൾ കാത്തിരിക്കുന്ന പോലെ തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരികയാണ്. അത് മറ്റൊന്നുമല്ല, കീമുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കീം +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാനുള്ളത് കീം റാങ്ക് ലിസ്റ്റ് ആണ്. ആ കീം റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ അഡ്മിഷൻ, അലോട്ട്മെന്റ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളിലേക്കും കടക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ച CET കോളേജിൽ ഇപ്പോൾ അവിടുത്തെ ഉള്ളവർ തന്നെ ഒരുപാട് ഹെൽപ്പ് ഡെസ്ക് നമ്പറുകളും അതുപോലെ തന്നെ ഓരോ കോളേജുകളും അത്തരത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ബാക്കി കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാനും പല ലിങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പല രീതിയിലുള്ള കമ്മ്യൂണിറ്റികളായിക്കോട്ടെ, ഇത്തരത്തിലുള്ള കോളേജുകളായിക്കോട്ടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഇനി ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കൃത്യമായിട്ട് ആ അലോട്ട്മെന്റിലേക്കുള്ള ഒരു അപ്രോച്ച് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അതായത് വ്യക്തമായിട്ട് മനസ്സിൽ തീരുമാനിക്കണം, ആ റാങ്ക് വെച്ചിട്ട് തനിക്ക് എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ രീതിയിൽ ഓർഡറിൽ കൊടുക്കണം, അതിനുശേഷം എങ്ങനെയായിരിക്കണം ആ ഒരു അലോട്ട്മെന്റിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റ് ഉറപ്പാക്കേണ്ടത്. അതോടൊപ്പം തന്നെ കാറ്റഗറി റിസർവേഷൻ നിങ്ങൾക്കുണ്ടോ അതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ കീം റാങ്ക് ലിസ്റ്റ് ഉടൻ പബ്ലിഷ് ചെയ്യും എന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത്. നമ്മുടെ ഗൂഗിളിൽ തന്നെ ജൂൺ 10 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. വി ക്യാൻ എക്സ്പെക്ട് കീം റാങ്ക് ലിസ്റ്റ്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് ബൈ ജൂൺ 10. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റും വരും. അപ്പോൾ അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പക്ഷേ നോർമൽ ജനറൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ പിറകിലോട്ട് പോയാലും കാറ്റഗറി റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാം. അതനുസരിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാം. കീം എഴുതി കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ +2 മാർക്കും അപ്ലോഡ് ചെയ്ത് ഒരുപാട് ഡൗട്ടുകളുള്ള വിദ്യാർത്ഥികളുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, മറക്കരുത്. അതോടൊപ്പം തന്നെ കീം അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.